നമസ്കാരം, ഏവർക്കും ഇൻഫോമീഡിയ കേരളത്തിലേക്ക് സ്വാഗതം. ദക്ഷിണേന്ത്യയിലെ കാർഷിക വിപണിയിൽ ഇന്ന് വലിയ മാറ്റങ്ങളാണ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരിക്കുന്നത്. വെളിച്ചെണ്ണ, കുരുമുളക്, ഏലയ്ക്ക മൂന്ന് മേഖലയും വിലയും ആവശ്യവും മാറിക്കൊണ്ടിരിക്കുന്ന ഒരവസ്ഥയാണ്. ഇന്ന് തമിഴ്നാട്ടിൽ വെളിച്ചെണ്ണ വില വലിയ തോതിൽ ഇടിഞ്ഞു. കിൻഡലിന് 675 രൂപ വരെ കുറഞ്ഞതായാണ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരിക്കുന്നത്. വിലയിടിവിന് പ്രധാന കാരണം കേരളത്തിലെ മാസാരംഭ വിൽപ്പന പ്രതീക്ഷിച്ച പോലെ ഉയർന്നില്ല. ഇതിനെ തുടർന്ന് തമിഴ്നാട് ലോബി സ്റ്റോക്ക് വേഗത്തിൽ വിറ്റഴിക്കാൻ ഇറങ്ങി. അതോടൊപ്പം വിദേശ പാചക എണ്ണയുടെ വില താഴാൻ സാധ്യതയുണ്ടെന്ന ആശങ്കയും. ഇറക്കുമതി ഉയർന്നതും മാർക്കറ്റിനെ കൂടുതൽ സമ്മർദ്ദത്തിലാക്കി. കൊച്ചിയിലും 200 രൂപ വരെ ഇടിവ് വെളിച്ചെണ്ണയ്ക്കും കൊപ്രയ്ക്കും രേഖപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. കാലാവസ്ഥാ വ്യതിയാനം കാരണം അടുത്ത സീസണിൽ കുരുമുളക് ഉൽപാദനം കുറയാനുള്ള സാധ്യത കാർഷിക മേഖലകൾ മുന്നറിയിപ്പായി പറയുന്നു. എന്നിരുന്നാലും വിലയിൽ ഇതുവരെ വലിയ ഉയർച്ചയൊന്നുമില്ല. കാരണം ഇതര സംസ്ഥാന വാങ്ങൽ കുറഞ്ഞ നിലയിലാണ്. ഇപ്പോഴത്തെ മാർക്കറ്റ് അവസ്ഥ ഹൈറേഞ്ചിൽ നിന്ന് ചരക്ക് നീക്കം കുറവാണ്. ആവശ്യവും വാഗ്ദാനവും ഇപ്പോൾ ഒരു ബാലൻസ് നിലയിലാണ്. ക്രിസ്മസ് പുതുവത്സര ആവശ്യങ്ങൾ മുന്നിൽ കണ്ട് ഉത്തരേന്ത്യയിലെ വ്യവസായികൾ ചോദിച്ചറിയൽ നടത്തുന്നു. ഇപ്പോൾ കൊച്ചിയിൽ അൺഗാർബിൾഡ് കുരുമുളക് വില 69,200 രൂപയാണ്. ഏലയ്ക്ക വിപണി പൂർണ്ണ ലേലം ശക്തമായ ആവശ്യം ഉയർന്നുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസമുണ്ടായ ലേലത്തിൽ 40,064 കിലോ ഏലയ്ക്ക മുഴുവനായി വിറ്റഴിച്ചു. ആഭ്യന്തരവും വിദേശവുമായ വാങ്ങൽ ശക്തമായിരുന്നു. എന്തുകൊണ്ടാണ് ആവശ്യം ഉയർന്നത്? വിവിധ വിദേശ രാജ്യങ്ങളിൽ നിന്ന് ന്യൂ ഇയർ സീസൺ ആവശ്യങ്ങൾക്കുള്ള ചോദിച്ചറിയൽ കാരണമാണ്. ലഭ്യമായ സ്റ്റോക്ക് പലരും പരമാവധി ശേഖരിക്കുന്നു. ആഭ്യന്തര വ്യാപാരികളും സജീവമാണ്. മികച്ച ഇനങ്ങൾ കിലോ 2,687 രൂപയും ശരാശരി ഇനങ്ങൾക്ക് 2,408 രൂപ വരെ ലേലം ഉറപ്പായി. ഇതോടെ ഇന്നത്തെ പ്രധാന കാർഷിക മാർക്കറ്റ് അപ്ഡേറ്റുകളെല്ലാം നമ്മൾ അറിഞ്ഞു കഴിഞ്ഞു. വെളിച്ചെണ്ണ വിപണിയിലെ ഇടിവും കുരുമുളകിന്റെ സ്റ്റഡി ട്രെൻഡും ഏലയ്ക്ക സെക്ടറിലെ ശക്തമായ ആവശ്യവും ഇന്നത്തെ മാർക്കറ്റിന്റെ ദിശയെ വ്യക്തമാക്കുകയാണ്. ഇതുപോലുള്ള ദൈനംദിന കാർഷിക മാർക്കറ്റ് അപ്ഡേറ്റുകൾക്ക് നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക്